ആനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചല്ലേ ഇപ്പോ പറഞ്ഞത്. ഇനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നോക്കൂ. ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? സുബ്ഹാനല്ലാഹ്, സുബ്ഹിന്റെ ജമാഅത്തിന് ഇമാമായി നിസ്കരിക്കുമ്പോൾ കുത്തുകൊണ്ടിട്ട് മരണപ്പെട്ടു പോയ മഹാനാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് അവിടെ കിടക്കുന്ന സമയത്ത് നെരിയാടിന്റെ ചോട തുണി ഉടുത്ത ഒരു ചെറുപ്പക്കാരൻ സമീപത്ത് വന്ന് മടങ്ങിപ്പോകുമ്പോ മോനെ മരണവുമായി വല്ലടിക്കുന്ന സമയത്ത് പറയാണ്, ഇർഫഅ തൗബക യാ ഗുലാം, തുണി കയറ്റി ഉടുക്ക് മോനെ, ഫഇന്നഹു അതഖാലി റബ്ബിക വഅബ്ഖാലി തൗബിക, അതാണ് നിനക്ക് റബ്ബിന് തഖ്വ ചെയ്ത് ജീവിക്കുമ്പോൾ നല്ലത്, അതാണ് നിന്റെ വസ്ത്രം നിലനിൽക്കാൻ നല്ലത് എന്ന് പറഞ്ഞ സുബ്ഹാനല്ലാഹ് ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിക്കാൻ നോക്കുമ്പോൾ പോലും ഒരു തെറ്റും ഒരു കറാഹത്തും അംഗീകരിക്കൂല. സുബ്ഹാനല്ലാഹ്, ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കൽ അതാ വരുന്ന ഒരാൾ. ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? ഇമാം ബുഖാരിയുടെ ഉസ്താദ് ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അവിടുത്തെ മുസന്നഫിൽ ബുഖാരി ഇമാമിന്റെ ഉസ്താദാ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹദ്ദസനാ അബൂ മുആവിയ അനിൽ അഅ്മശി അൻ നബി സാലിഹിൻ അൻ മാലിക് ദാർ. ഈ പറഞ്ഞതിൽ റിപ്പോർട്ടർമാരായി 4 ആളുണ്ട്. ഇതിൽ 3 ആളും ബുഖാരിയിൽ പേരുള്ള മഹാന്മാരാണ്, സ്വീകാര്യയോഗ്യരാണ്. ബുഖാരിയുടെ 577 നമ്പർ ഹദീസ് നോക്ക്. ഹദ്ദസനാ മുസദ്ദദുൻ ഖാല ഹദ്ദസനാ അബൂ മുആവിയ അനിൽ അഅ്മശി അൻ നബി സാലിഹിൻ അൻ നബി ഹുറൈറ. അപ്പോൾ ആ 3 ആളും അതിൽ പറഞ്ഞവർ ബുഖാരിയിലെ സനദിലുള്ളവരാണ്, തർക്കത്തിന് അവകാശമില്ല. 4ാമത്തെ വ്യക്തി മാലിക്കുദ്ദാറാണ്. മാലിക്കുദ്ദാറിനെ സംബന്ധിച്ച കിതാബുൽ ഇർശാദിൽ ഇമാം അബൂ യഅല റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, മാലിക്കുദ്ദാരി മൗലാ ഉമർ ഇബ്നുൽ ഖത്താബ് താബിഈൻ ഖദീമുൻ മുത്തഫഖുൻ അലൈഹി അത്നാ അലൈഹി താബിഊൻ. താബിഈങ്ങളിൽപ്പെട്ട ഒരാൾക്കും തർക്കമില്ലാതെ എല്ലാവരും പുകഴ്ത്തി പറയുന്ന, ഒരു പണ്ഡിതനും തർക്കമില്ലാതെ സ്വീകരിക്കപ്പെടുന്ന വളരെ മുമ്പേ ഉള്ള താബിഈയായ മഹാനാണ് ആര്? മാലിക്കുദ്ദാർ. ബഹുമാനപ്പെട്ട സയ്യിദ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇബ്നുൽ ഖത്താബിൽ നിന്നും അദ്ദേഹം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ മാലിക്കുദ്ദാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താ പറയുന്നത്? വകാന ഖാസിന ഉമർ അല തആമി, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സ്റ്റോർ കീപ്പറും കൂടിയായിരുന്നു മഹാൻ. ബഹുമാനപ്പെട്ടവർ പറയാണ്, അസാബന്നാസ തഹ്തും ഫീ സബനി ഉമർ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വലിയ ക്ഷാമം ബാധിച്ചു. ഫജാഅ റജുലുൻ ഇലാ ഖബരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ ഒരാൾ വന്നു. ഫഖാല യാ റസൂലല്ലാഹ്, ഖബറിന്റെ അടുക്കൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇസ്തസ്ഖിലി ഉമ്മതിക, തങ്ങളുടെ ഉമ്മത്തിന് തങ്ങൾ മഴ വാങ്ങിത്തരണം നബിയേ, തങ്ങളുടെ ഉമ്മത്തിന് തങ്ങൾ മഴ വാങ്ങിത്തരണം നബിയേ, ഫൈന്നഹും ഖദ് ഹലകൂ, തങ്ങളുടെ ഉമ്മത്ത് വെള്ളം കിട്ടാതെ നശിക്കാറായി നബിയേ. സുബ്ഹാനല്ലാഹ്. എന്നാ കേട്ടോളൂ ഹദീസിന്റെ ബാക്കി ഭാഗം. ഫഅത്ഫൗതിയ റജുലു ഫിൽ മനാമി, ആ പറഞ്ഞ വ്യക്തിക്ക് സ്വപ്നത്തിൽ അത് വരപ്പെട്ടു. ഫഖീല ലഹു, അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഈ ഉമർ, നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കൽ ചെല്ലണം. ഫഖറഹു സലാം, ഉമർ ഇബ്നുൽ ഖത്താബിന് സലാം പറയണം. വഅഖ്ബിറുഹു, ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയണം, ഇന്നകും മുസ്ഖൂൽ, അവർക്കുടനെ തന്നെ മഴ കിട്ടുമെന്ന് പറയണം. വഖുല്ലഹു, ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയണം, അലൈക്കൽ കൈസൽ കൈസ്, അല്പം ഒന്ന് ലഘുവാക്കണം, അല്പം ലഘുവാക്കണം എന്ന് പറയണം. ഫഅതാ ഉമറ, ഈ കാര്യം സംഭവിച്ച വ്യക്തി ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കൽ വന്നു. ഫഅഖ്ബറഹു, ഉമർ ഇബ്നുൽ ഖത്താബിനോട് വിവരം പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കൽ വന്നത് ഈ സ്വപ്നത്തിലല്ല കേട്ടോ, അതാ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കൽ നേരെ വന്നു. ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞു. ഫബകാ ഉമറു, അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് കരഞ്ഞു. സുമ്മ ഖാല, പിന്നെ പറഞ്ഞു, യാ റബ്ബി ലാ ആലു ഇല്ലാ മാ അജസ്തു അൻഹു, ലാ ആലു ഇല്ലാ മാ അജസ്തു അൻഹു, അല്ലാഹ്, എനിക്ക് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, കഴിയാത്തത് എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. ഓ സഹോദരന്മാരെ, നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിങ്കിൽ പോയി ഞാൻ മഴ കിട്ടാൻ വേണ്ടി മഴ വാങ്ങിത്തരണം, വെള്ളം വാങ്ങിത്തരണമെന്ന് നബിയോട് പറഞ്ഞു എന്ന സംഗതി ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞപ്പോ മുജാഹിദീങ്ങൾ പറയും പോലെയാണെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് പറയണം, ഉടനെ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാകണോ? നീ മുശ്രിക്കായി പോയി, അബൂജഹലിനെ പോലെയായി പോയി, നീ ഖബറിനെ പോയി റസൂലുള്ളാഹിനോട് തേടിയില്ലേ, അവിടെ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാകണം, മുശ്രിക്കായി പോയി എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞോ? പറഞ്ഞില്ല. എന്നാ പോട്ടത് ഹറാമാണ്, ഇനിമേൽ ചെയ്യരുത്, തൗബ ചെയ്യണമെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. കറാഹത്താണ്, ഇനിമേൽ ചെയ്യരുത് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെയോ റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ പോയി തേടിയത് 100% അംഗീകരിച്ചുകൊണ്ട് കരഞ്ഞു. ഓ സഹോദരാ, ഉമർ ഇബ്നുൽ ഖത്താബിന് അറിയാത്തൊരു തൗഹീദ്, ഉമർ ഇബ്നുൽ ഖത്താബ് മനസ്സിലാക്കാത്തൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉമർ ഇബ്നുൽ ഖത്താബ് മനസ്സിലാക്കാത്ത ഒരു ദീന് ഈ എവിടെന്നാണ് ഉമർ മൗലവിക്ക് കിട്ടിയത്? എവിടെന്നാ സലഫിക്ക് കിട്ടിയത്? എവിടെന്നാ കെഎം മൗലവിക്ക് കിട്ടിയത്? എവിടെന്നാ സലാഹിക്ക് കിട്ടിയത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ മതത്തോട് കൂറുള്ളത് ഇവർക്കാണ് പോൽ, ഉമർ ഇബ്നുൽ ഖത്താബിനേക്കാൾ ദീനിനോട് കൂറുള്ളത് ഇവർക്കാണ് പോൽ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.